ഹലോ ഗേൾസ്, ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഇന്ന് എനിക്ക് എക്സാം ഉണ്ട്. അപ്പം ഞാൻ എക്സാമിന് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അപ്പം ഞാൻ കരുതുന്ന അതൊരു വ്ളോഗായിട്ട് ചെയ്യാം. എൻ്റെ പി ജീൻ്റെ കഥയൊക്കെ നിങ്ങളോട് പറയുകയും ചെയ്യാമല്ലോ. ഇതെൻ്റെ കൂടപ്പിറപ്പാണ് കേട്ടോ. ഞാൻ രാവിലെ നേരത്തെ എണീറ്റാലും തുമ്മും, വൈകി എണീറ്റാലും തുമ്മും, കുളിച്ചാലും തുമ്മും, കുളിച്ചില്ലെങ്കിലും തുമ്മും, എപ്പോഴും തുമ്മും. ഇല്ലെങ്കിൽ എനിക്ക് തന്നെ എന്തോ പോലെയാണ്. അപ്പോൾ ജീപ്പ് വരും കേട്ടോ. ഇവിടുന്ന് ജീപ്പിനാണ് പോകുന്നത്. നമ്മൾ ഇതിലെ ലോക്കൽ ജീപ്പുണ്ട്. നമ്മൾ ലോക്കൽ ജീപ്പിന് അമ്പലയിൽ പോയിട്ട് അങ്ങനെ ബസ്സിന് പോകും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് താഴെ തന്നെയാണ് കേട്ടോ ആ ജീപ്പ് നിർത്തുന്നത്. അപ്പോൾ ആ താഴേക്ക് പോയിട്ടാണ് ജീപ്പ് വന്നിട്ട് നമുക്ക് പോവാം. ചെറുതായിട്ടൊരു മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. ഈ റോഡിലൂടെ കുറച്ച് ദൂരത്തേക്ക് ഒരു ഓഫ് റോഡ് ഡ്രൈവ് പോണ ഫീലാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നനങ്ങും. ജീപ്പ് ഇറങ്ങി ബസ് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ തോർന്നു. അങ്ങനെ നമ്മുടെ ബസ് വന്നു. ഈ സമയത്ത് തിരക്ക് കുറവായിരിക്കും കേട്ടോ, അതുകൊണ്ട് സൈഡ് സീറ്റ് കിട്ടി. പക്ഷെ ഇപ്പൊ ബസ്സിൽ പാട്ട് വെക്കാത്തോണ്ട് പണ്ടത്തെ ആ വൈബില്ല കേട്ടോ. പിന്നെ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം പീരീഡിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞാനും എൻ്റെ ചേച്ചിയും ആ സാഹസത്തിന് മുതിരുന്നത്. വേറൊന്നുമല്ല, ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ. പണ്ടേ എനിക്ക് അനാവശ്യമായി പ്രോത്സാഹനം തരുന്ന ആളാണ് എൻ്റെ ചേച്ചി. അവളുടെ പ്രോത്സാഹനത്തിൽ ഞാൻ വീണു പോകാറുണ്ട് കേട്ടോ. പിന്നെ അരുണേട്ടനും കട്ട സപ്പോർട്ട്. അങ്ങനെ പി ജി ചെയ്യാമെന്ന് ഉറപ്പിച്ചു. കുഞ്ഞുങ്ങളെ വെച്ച് പഠിക്കാൻ പറ്റുമെന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാമെന്ന് കരുതി. ഡിസ്റ്റൻസ് പി ജിക്ക് എല്ലാവരും ഓപ്റ്റ് ചെയ്യണത് ഇഗ്നോ ആണല്ലോ. അങ്ങനെ ഞങ്ങളും ഇഗ്നോ ചൂസ് ചെയ്തു. അങ്ങനെ ഞാൻ MBA FM-നും അവൾ MCOM-നും ചേർന്നു. എന്നെങ്കിലും എപ്പോഴെങ്കിലും പി ജി ചെയ്യുകയാണെങ്കിൽ MBA തന്നെ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുത്തു ചാടിയതാണെന്ന് വേണമെങ്കിലും പറയാം. വയനാട് ബട്ട് ഇഗ്നോയിൽ MBAക്ക് സ്റ്റഡി സെൻറ്റർ ഇല്ല കേട്ടോ. എനിക്ക് നമ്മുടെ JDT വെള്ളിമാടുകുന്നാണ്. അസൈൻമെൻറ്റ്സ് ഒക്കെ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. പക്ഷേ എക്സാംസിന് നമുക്ക് എവിടെ വേണമെങ്കിലും കിട്ടും കേട്ടോ. ഇവിടെ സെൻറ്റ് മേരീസിലും ഉണ്ട്. ബത്തേരി എത്തിയിട്ടോ. കോളേജിലേക്ക് ഓട്ടോയിലാണ് പോണത്. MBA ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആയതുകൊണ്ടും പഠിക്കാൻ കുറേ ഉള്ളതുകൊണ്ടും ഞാൻ ഓൺലൈനായിട്ട് ട്യൂഷനും എടുത്തു കേട്ടോ. നമ്മുടെ ലേൺ വൈസിൽ അവരും കട്ട സപ്പോർട്ടാണ്. അങ്ങനെ ഇതാ നമ്മുടെ സെൻറ്റ് മേരീസ് കോളേജിലെത്തി. എനിക്കിവിടെ ഒരു നൊസ്റ്റു പ്ലേസ് ആണ് കേട്ടോ. ഞാൻ BCom ചെയ്തത് ഇവിടെയായിരുന്നു. ഇപ്പോൾ കോളേജൊക്കെ മാറി. ഈ നോട്ടീസ് ബോർഡിൽ നമ്മുടെ സീറ്റ് നമ്പറും റൂം നമ്പറും ഒക്കെ ഇട്ടിട്ടുണ്ടാവും. റൂമൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും നല്ല പഠിത്താണ് കേട്ടോ. പിന്നെ ഇൻവിജിലേറ്റർ വരുന്നത് വരെ ഞാനും കുറച്ചു നേരം വായിച്ചു. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞിറങ്ങി. എക്സാം കുറച്ച് ടഫായിരുന്നു കേട്ടോ. നല്ലൊരു മഴയും പെയ്തു തോർന്നു. എന്നെപ്പോലെ ഓരോരോ സാഹചര്യങ്ങൾ കാരണം റെഗുലറായിട്ട് PG ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഡിസ്റ്റൻസ് PGക്ക് ഇഗ്നോ ഓപ്റ്റ് ചെയ്യാം കേട്ടോ. PGക്ക് മാത്രമല്ല UGക്കും നല്ലതാണ്. ഇവിടെ നിന്ന് ഓട്ടോയിൽ കയറി ചുങ്കത്തേക്ക് വന്നു. പിന്നെ താഴെ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി. ഇനി നേരെ വീട്ടിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ.